ആരംഭിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് അവിടുന്ന് അവന് വഴിയൊരുക്കാൻ സ്നാപയോഹന്നാനെ അയച്ചു. അതുപോലെ തന്നെ ഓരോ പ്രവാചകന്മാരെയും അയച്ചാണ് ഓരോ കാര്യങ്ങളിലും ഓരോ വ്യക്തികളെയും വിശദീകരിക്കാൻ. നമ്മൾ വിചാരിക്കും നമ്മൾ കൂടെ ഇറങ്ങി പല കാര്യങ്ങളും വചനം ഇതൊന്നും അത്ര എളുപ്പമുള്ള കേസല്ല. ദൈവത്തിന്റെ പ്രത്യേക പരിപാലന, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, ഇതുകൂടാതെ ദൈവവചനം പറയാൻ സാധ്യമല്ല. നമുക്ക് വേറെ പല കഥകളും പറയാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിനു വേണ്ടി നന്മ ചെയ്യുവാൻ. അതായത് ഓരോ വ്യക്തിയെയും ദൈവത്തിന്റെ ഛായയിലാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചത്. ആദത്തെ സൃഷ്ടിച്ചു, ആദത്തിന്റെ വാരിയിലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ചു. എല്ലാം ദൈവത്തിന്റെ ഛായ, ദൈവത്തിന്റെ മുഖം. നമ്മൾ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി ദൈവത്തെ കാണണം. പ്രിയമുള്ളവരെ, അതാണ് നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടോ. എല്ലാം ദൈവത്തിന്റെ മുമ്പിൽ ഇറക്കി വെച്ചാൽ എല്ലാത്തിനും പരിഹാരമാകും. ഞാനോ നിങ്ങളോ ജീവിക്കുന്ന ഭൂമിയിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു കാര്യത്തിനും പരിഹാരം ചെയ്യാൻ പറ്റില്ല. എല്ലാം യേശുക്രിസ്തു, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവിടുന്ന് വാഴ്ത്തപ്പെട്ട് അവിടുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്താൽ, അതായത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. അത് ദൈവം പറഞ്ഞ വചനമാണ്. അതുപോലെ ഓരോ വചനവും ഈ ബൈബിളിലുള്ള ഓരോ വചനം ഇരുതലവാളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ ദൈവത്തെ അറിയണം. അതായത് ദൈവം യേശുക്രിസ്തു 30 വർഷം തന്റെ അമ്മയുടെയും അപ്പന്റെയും കൂടെ ആശാരിപ്പണിയെടുത്ത് ജീവിച്ചു. നമ്മൾ ആരും അറിഞ്ഞില്ല. പരസ്യ ജീവിതം 3 വർഷമാണ്. ആ 3 വർഷത്തിൽ അവിടുന്ന് ചെയ്തത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവിടുന്ന് തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ അവിടുന്ന് അറിയാമായിരുന്നു തന്റെ അന്ത്യം എന്താണ്, എല്ലാം അറിയാം. അങ്ങനെ അവിടുന്ന് കടൽ തീരത്തോട് നടന്നു വന്ന് 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു, മുഖവന്മാരെ തെരഞ്ഞെടുത്തു, ചുങ്കക്കാരെ തെരഞ്ഞെടുത്തു, ഭാവികളെ തെരഞ്ഞെടുത്തു. അവരെല്ലാം മനസ്സാന്തരപ്പെടുത്തി. അവരൊക്കെ ഈശോയുടെ ശിഷ്യന്മാരായി മാറി. അവിടുന്ന് പരസ്യ ജീവിത കാലഘട്ടത്തില് അവിടുന്ന് മലയുടെ മുകളിൽ കയറി വചനം സംസാരിച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് 35,000 പുരുഷന്മാര് ഒന്നുകൂടി ഈശോയുടെ വചനത്തിന്റെ ശക്തിയാൽ 3 ദിവസം പോയത് അവരറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, 3 ദിവസം കഴിഞ്ഞു. 3-ാം ദിവസം വൈകുന്നേരം ആയപ്പോൾ കർത്താവിന് മനസ്സിലായി, ഇവരെ ഭക്ഷണം കൊടുക്കാതെ വീട്ടിലേക്ക് വിട്ടാൽ പലരും 10-50 കിലോമീറ്റർ അകലെ നടന്നു വന്നവരാ. തിരിച്ച് വീട്ടിലെത്തിയല്ല, വീണ് പോകും. കർത്താവിനറിയാം. കർത്താവ് എന്റെ കൂടെയുള്ള ശിഷ്യനായ ഫിലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നമ്മൾക്ക് എവിടെ നിന്ന് അപ്പമാകും? ഫിലിപ്പോസ് പറഞ്ഞു, കാരണം അത് മരുഭൂമിയിലായിരുന്നു. അവിടെ നടന്ന പ്രസംഗവും പരിപാടികളും ക്ലാസ്സെല്ലാം മരുഭൂമിയിലായിരുന്നു. യേശുക്രിസ്തു പഠിപ്പിക്കാൻ വന്ന വ്യക്തിയാണ്.